ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ് എടുക്കുന്നത്. ചെമ്മീനിട്ട് മസാല തേച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സവോളൻ്റെ പകുതിയും 10 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അധികം പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത്. ഇനി ഇതാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഈ വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളീൻ്റെ നിറം മാറുന്നത് വരെ ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നവരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു മസാല ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി മാത്രം ചേർത്താൽ മതി. നമ്മൾ ചെമ്മീനിലേക്ക് ബാക്കി എല്ലാ മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, പറയാനില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു അല്പം വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ അളവിൽ മതി കേട്ടോ. ആ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഇതിലേക്ക് ചെമ്മീനിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലാവല്ല കുറച്ച് വേണ്ടത് നമ്മുടെ മല്ലിയിലല്ലേ, അത് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ മല്ലിയിലയും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ.